പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ഫുട്ബോൾ വീഡിയോയിലേക്ക് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. ഇനി ഒരു വിസിലിന്റെ ആജ്ഞാശക്തിക്ക് മുൻപിൽ പന്താടുന്ന, ലോകം മുഴുവൻ ഒരു പന്താട്ടത്തിൽ കുടുങ്ങിപ്പോയ ഈ നാളുകൾ അവസാനിക്കാൻ പോവുകയാണ്. ഇനി കേവലം 3 മത്സരങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. മൂന്നും ഒന്നിനൊന്ന് മെച്ചം, അവർണ്ണനീയം. ഇന്നത്തെ മത്സരത്തെ പറ്റി എന്ത് പറയാനാണ്? ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എല്ലാവരും കാത്തിരുന്നത് ഫൈനലിലാണ്. അതുപോലെ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലും ഒരു ഫൈനൽ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാം സംഭവിക്കുകയാണ്. അത് വിവിധ വേദികളിലാണെന്ന് മാത്രം. സെമി ഫൈനൽ ഫൈനലിനേക്കാൾ തീവ്രതരമാകുന്ന ആദ്യത്തെ ലോകകപ്പ് അനുഭവമാണിത്. ഈ ലോകകപ്പിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതായത് ഇതിഹാസങ്ങളുടെ പടിയിറക്കം. കപ്പ് നേടുമെന്ന് തന്റെ ആ, സൗവർണ തിലകം ചൂടിയ കരിയർ, 25 വർഷത്തിലധികം നീണ്ടു നിന്ന കരിയർ ഒരു കിരീടമില്ലാതെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ ദുഃഖിതനായി പടിയിറങ്ങേണ്ടി വന്ന റൊണാൾഡോ. മെസ്സി തന്റെ ജീവിതകാലം മുഴുവൻ ഫുട്ബോൾ മാത്രം ശ്വസിച്ച് ഫുട്ബോളിന്റെ തന്മാത്രകളാൽ രൂപപ്പെട്ട ഒരു പ്രകൃതിയുടെ വരദാനം. ആ മനുഷ്യനും ഈ ലോകകപ്പോടെ വിടവാങ്ങുന്നു. ഇതിഹാസങ്ങളുടെ പടിയിറക്കത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഈ ലോകകപ്പ്. ഇനി ഉള്ള മത്സരങ്ങൾ പുതിയ ഇതിഹാസങ്ങളുടേതാണ്. ഫ്രഞ്ച് ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്ന എംബപ്പെ, അതുപോലെ സ്പെയിനിന്റെ ലമീൻ യമാൽ, ഈ പുതുയുഗ പിറവികൾ, അവർ വരുംകാല ജനതയെ ഫുട്ബോളിന്റെ ആനന്ദ ചുവടുകൾ കൊണ്ട്, ചടുല വേഗങ്ങൾ കൊണ്ട് മാസ്മരിക ലോകത്തേക്ക് നയിക്കാൻ കഴിവുള്ളവരാണ്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീമാണ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രണ്ടും ഒന്നിനൊന്ന് മെച്ചം. രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്ന കിടിലമായ ടീമുകൾ. വെൽ ബാലൻസ്ഡ് ടീംസ് ഇൻ ദ വേൾഡ് കപ്പ് സോഫ എന്ന് പറയാം. കാരണം സ്പെയിൻ പോലുള്ളൊരു ടീം, അതിന്റെ ഘടന പരിശോധിച്ചാൽ അറിയാം. അവരുടെ ഗോൾ കീപ്പർ മുതൽ ലാപ്പോർട്ട, കുബാസി പോലുള്ള വിശ്വോത്തര പ്രതിരോധം, അവരുടെ മധ്യനിര, ലോകത്ത് ഏറ്റവും മികച്ച മധ്യനിരയുള്ള ഒരു രാജ്യം. പെട്രിയും റോഡ്രിയും ഒക്കെ നയിക്കുന്ന ഏറ്റവും കിടിലൻ മധ്യനിരയുള്ള ഒരു ടീമാണ് സ്പെയിൻ. അതുപോലെ അവരുടെ മുന്നേറ്റ നിരയിൽ ആരൊക്കെയാണ്? നിക്കോ വില്യംസ്, ലമീൻ യമാൽ, ഒസർ ബയാൽ പോലുള്ള കിടിലൻ താരങ്ങൾ, അതുപോലെ ഫെറാൻ ടോറസ് പോലുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകൾ, നമുക്ക് വിവരിക്കാനാവാത്ത വിധത്തിലുള്ള മെറീനോ പോലുള്ള കളിക്കാർ, അതിശയിപ്പിക്കുന്ന കളിക്കാരടങ്ങിയ ഒരു ടീം തന്നെയാണ് സ്പെയിൻ. ഇപ്പുറത്താരാണ് മോശം? ലോക ഫുട്ബോൾ ഇതുവരെ കണ്ട, ഈ ലോകകപ്പ് കണ്ട ഏറ്റവും മികച്ച മുന്നേറ്റത്തിന് കിലിയൻ എംബാപ്പെ, ഡെംബലെ, ജുവെ, ബാർക്കോള. മധ്യനിരയിലാണ് ചെറിയൊരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നത്. മധ്യനിര ഇതുവരെ, ഫ്രാൻസിന്റെ മധ്യനിര ഇതുവരെ സെറ്റായിട്ടില്ല. അതവർക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം അതിവേഗ നീക്കങ്ങളുമായി വരുന്ന എതിർ ടീമുകൾക്ക് വെണ്ണയിൽ കത്തി എന്ന പോലെ കടന്നു പോകാൻ പഴുതു കൊടുക്കുന്ന ഒരു മധ്യനിര പ്രശ്നം ഇപ്പോഴും ഫ്രാൻസിനെ വേട്ടയാടുന്നുണ്ട്. അതർവൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് എവർ ഫ്രാൻസ്. ഒരു സ്വപ്ന ടീം തന്നെയാണ് ഈ വർഷത്തെ ഫ്രാൻസ്. ഇവർ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിക്കുന്ന, ശ്വാസോച്ഛ്വാസം നിലച്ചു പോകുന്ന ഫ്രഞ്ച് ആരാധകരുടെയും സ്പെയിൻ ആരാധകരുടെയും മൊത്തം ലോകത്തുള്ള ഫുട്ബോൾ ആരാധകരുടെയും ശ്വാസഗതി നിലച്ചു പോകുന്ന ഈ മനോഹര മത്സരം എല്ലാവരും കാണുമെന്നറിയാം. അതിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാനാവാതെ നമ്മള് എന്താ പറയാ, സ്തംഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.